കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ മാതൃഭൂമിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നു. അതിനുശേഷം അത് ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് അങ്ങും സ്ഥിരീകരിച്ചിട്ടുണ്ട്, ജോൺ ബ്രിട്ടാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്, അതിനൊരു മുൻകൈ എടുത്തത് ആരാണ് എന്നതാണ് ഇപ്പോഴും വ്യക്തമാവാൻ നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു സാധ്യത കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം തീർക്കാൻ വേണ്ടി തീരുമാനിക്കുകയല്ലേ. ഞങ്ങൾക്ക് ആ സാധ്യത എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഗവൺമെൻറ്റിന് വേണ്ടിയിരുന്നത് എന്താണ്? ഗവൺമെൻറ്റിന് അനാവശ്യമായ ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഗവൺമെൻറ് ഉണ്ടാക്കണം. അതാണ് ബുദ്ധിയുള്ളൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളും ചെയ്തത്. അതായത് ഇത്തരത്തിൽ CPM-ൻ്റെ ഭാഗത്തു നിന്നാണോ ആദ്യം ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത്? ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ. ആദ്യം ഹലോ വിളിച്ച ആരാണ് എന്നൊരു പ്രശ്നം ഇല്ലല്ലോ. അത് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. അത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് നടന്നത്. അന്ന് ചെറിയാൻ ഫിലിപ്പ് കൈരളിയിലായിരുന്നു. കൈരളിയിലിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണാണ് ബ്രിട്ടാസ് വാങ്ങി ബ്രിട്ടാസുമായിട്ട് സംസാരിച്ച്. ഇതെല്ലാം കൃത്യമല്ലേ? ഈ അവസാനം വരുമ്പോൾ ഈ സോളാർ സമരത്തെ വിജയിച്ചതാരാണ്? അന്നത്തെ സർക്കാരായിരുന്നു, CPM ആയിരുന്നു? നിങ്ങൾ വിലയിരുത്തുന്ന എന്താ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ സോളാർ സമരത്തിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഇംപോസിബിൾ എന്നുള്ള പദപ്രയോഗത്തിലാണ് ഞങ്ങൾ നിന്നത്. നടക്കുന്ന പ്രശ്നമില്ല. പിന്നെ അവർ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. അത് അന്വേഷണം നടത്താമെന്ന് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ജോൺ ബ്രിട്ടാസ് ഫോൺ വിളിക്കുന്നു. ഇത് കാര്യങ്ങളൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ താങ്കൾ തന്നെ ഒരു മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചയായിരുന്നു അത്? ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണമായ അറിവോടുകൂടി ഞങ്ങൾ കൃത്യമായി പോയി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോയിന്റിൽ തന്നെ കാര്യങ്ങൾ തീരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദല്ലാൽ നന്ദകുമാർ നടത്തിയൊരു ആരോപണമുണ്ട്. ഈ സോളാർ സമരകാലത്ത് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്നൊരു. അതെനിക്കറിയില്ല. നന്ദകുമാർ ആരുമൊക്കെ ആയിട്ട് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. മാണി സാർ ആ കാര്യത്തിൽ വളരെ മാതൃകാപരമായി ഒരു നിലപാട് സ്വീകരിച്ചു. ഉമ്മൻചാണ്ടിയെ റീപ്ലേസ് ചെയ്യാൻ അന്നത്തെ സാഹചര്യത്തിൽ ആർക്കും സാധ്യമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം.